السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم بارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഓക്കെ, പിന്നെ ബാബുൽ ഹുറൂഫില്ലത്തി തൻസിബുൽ അഫ്ആൽ മുസ്തഖ്ബില എന്നുള്ള പാഠം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തു. ഇന്ന് നമുക്ക് പറയാനുള്ളത് അതിൻ്റെ ഇറാബും തെർക്കീബും ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുക, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അനിശ്ചിതകളൊന്ന് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ ആശയം ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? അല്ലൻകൈ ഇതനാണ് എന്ത്, ഇങ്ങനത്തെ മുലാരിയായ ഫെയിലിനിക്ക് നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ. അതിൻ്റെ ഓരോരോ ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി. അതിൽ ഇതൻ എന്നുള്ളതിന് പ്രത്യേക കുറച്ച് നിയമങ്ങളുണ്ട്. ഇതൻ എന്നുള്ളത് എന്തായിരിക്കണം? ഇതാ വക്കാത്ത് സ്വദ്രൽ കലാമായിരിക്കണം, അഥവാ കലാമിൻ്റെ തുടക്കത്തിലായിരിക്കണം. അതുപോലെ തന്നെ ഒരാൾ പറഞ്ഞതിൻ്റെ മറുപടിയിലുമായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ ആ നിയമം തെറ്റിച്ച് വന്നാൽ, അപ്പോൾ ഇത് തുടക്കത്തിൽ വരാതെ അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ പിന്നെ എന്തുണ്ടാവില്ല, നസ്ബ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യും, അന്ന് മറഞ്ഞിട്ട് നസ്ബ് ചെയ്യുന്ന കുറച്ച് സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ പെട്ടതാണ് ലാമുൽ ജർ, ഹത്ത, രണ്ട് കാര്യങ്ങൾക്കിടയിൽ പരസ്പരം ജമ്മ് ചെയ്യുന്ന വാവ്, അതുപോലെ തന്നെ ഇല്ല അനിൻ്റെയും ഇല അനിൻ്റെയും അർത്ഥത്തിനിക്കുള്ള ഔ, ജവാബാത്തു സബയിലും. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ഓരോ ഉദാഹരണങ്ങളും പറഞ്ഞു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും നമുക്ക് അതിൻ്റെ ഇറാബും തർക്കീബുകളിലേക്ക് ഒന്ന് നോക്കാം. ആദ്യം ബാബുൽ ഹുറൂഫില്ലത്തി തൻസിബുൽ അഫ്ആൽ മുസ്തഖ്ബില എന്നുള്ളതാണ്. അപ്പോൾ ബാബുൽ ഹുറൂഫി എന്നാണ്. അപ്പോൾ ഹാദ ബാബുൽ ഹുറൂഫി എന്നാണ്. അപ്പോൾ എന്താണ് ഹാദ എന്നുള്ള മൂത്തയുടെ ഖബറാണ് എന്ത്, ബാബു എന്നുള്ളത്. അതിൻ്റെ മുദാഫിലയാണ് ഹുറൂഫി എന്നുള്ളത്. അല്ലത്തി എന്നുള്ളത് മൗസൂല, തൻസിബുൽ അഫ്ആൽ മുസ്തഖ്ബില എന്നുള്ളത് സിലയും മൗസൂലയും കേട്ടോ. പിന്നെ എന്താണ് ഹുറൂഫി എന്നുള്ളത് മജ്റൂറാണ്. എന്തുകൊണ്ട്? മുദാഫിലൈഹി ആയതുകൊണ്ട്. അതുപോലെ തന്നെ അടുത്ത എന്താണ് അല്ലത്തി എന്നുള്ളത് മബ്നിയാണ്. തൻസിബു എന്നുള്ളത് ഫീല് മുദാരി മർഫു ആണ്. പിന്നെ അതുപോലെ തന്നെ അൽ അഫ്ആല എന്നുള്ളത് എന്താ, അൽ അഫ്ആല എന്നുള്ളത് മഫ്ഊലാണ്, നസ്ബ് ചെയ്യുന്ന എന്നല്ലേ. അൽ മുസ്തഖ്ബില എന്നുള്ളതോ അൽ അഫ്ആല എന്നുള്ളതിൻ്റെ സിഫത്തായിട്ട് വന്നതാണ്. പിന്നെ വഹിയ എന്നുള്ളതാണല്ലോ അടുത്തത്. വഹിയ എന്നുള്ളത് മുബത്തദ, അതിൻ്റെ ഖബർ ഏതൊക്കെയാണ്? വഹിയ എന്ന ഉദ്ദേശം എന്താണ്? അൽ ഹുറൂഫ് എന്നാണ്, ആ ഹർഫുകൾ. ആ വഹിയ മുബത്തദ അതിൻ്റെ ഖബർ അന്നിൽ അന്ന് കയ്യിതൻ എന്നുള്ളത്. ഓക്കെ, ലന്ന അത്തഫായിട്ട് കയ്യ അത്തഫായിട്ട് ഇതൻ അത്തഫായിട്ട്. അപ്പോൾ വഹിയ ഇവകളാകുന്നത് ഇവകളാണ്. മനസ്സിലായല്ലോ? മുബത്തദ ഖബർ. പിന്നെ തഖൂൽ എന്നുള്ളത് ഫെയില്, അതുപോലെ തന്നെ ലമീർ ഫായില്. കാല അതിൻ്റെ മഖൂല്. കാല എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത് എന്നുണ്ടാവുമല്ലോ, അതാണ് എന്ത്, മഖൂൽ എന്ന് പറയും. അതാണെന്ത്, ഉരീദു അൻ തഖൂമ എന്നുള്ളത്. പിന്നെ ഉരീദ് എന്നുള്ളത് ഫീല് മുലാരി ലമീർ ഫായില്, അന്ന എന്നുള്ളത് ഹർഫ് നാസിബ്, തഖൂമ എന്നുള്ള ഫീല് മുലാരി മൻസൂബ്. പിന്നെ വലൻ തഖൂമ എന്നുള്ളത് അത്ഫ്, ലൻ ഹർഫ് നാസിബ്, തഖൂമ എന്നുള്ള ഫീല് മുലാരി മൻസൂബ്. അതുപോലെ തന്നെ വഖൈ തഖൂമ വാവ അത്ഫ്, കൈ എന്നുള്ളത് ഹർഫ് നാസിബ്, തഖൂമ എന്നുള്ള ഫീല് മുലാരി മൻസൂബ്. പിന്നെ കാല അല്ലാഹു എന്നുള്ളത് കാല ഫീൽ അല്ലാഹു ഫായിൽ തആല ഹാല്. അത് നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മാരിഫയ്ക്ക് ശേഷം അങ്ങനെ വന്നാൽ എന്തായിരിക്കും, അത് ഹാലായിരിക്കും. നെക്കിറയ്ക്ക് ശേഷമാണെങ്കിൽ സിഫത്തായിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആയത്ത് മാവു കൊല്ലും മിൻഹും അയ്യദ്ഖുല എന്നാണ്. ഇവിടെ യത്മാവു എന്നുള്ളത് എന്നുള്ളത് ഇസ്തിഫാമിൻ്റെ, യത്മാവു എന്നുള്ളത് ഫീൽ മുലാരി മർഫൂഅ. പിന്നെ കുല്ലും രി എന്നുള്ളത് യത്മാവിൻ്റെ ഫായില്, ഇമ്രി എന്നുള്ളത് മുലാഫിലൈ, കുല്ലിൻ്റെ മുലാഫിലൈ ആയിട്ട് മുലാഫിലൈ മജ്റൂർ. പിന്നെ മിൻഹും എന്നുള്ള ജാർ മജ്റൂർ. അൻ എന്നുള്ളത് ഹർഫ് നാസിബ്, യദ്ഖുല എന്നുള്ള ഫീൽ മുലാരി മൻസൂബ്. വഖാല വാവ അത്ഫ്, അത്ഫിൻ്റെ വാവ്, കാല ഫെയില് മാലി മബ്നി അൽ ഫത്ത്, അള്ളാഹു ഫായില് മർഫൂ, തആല ഹാല്. പിന്നെ കാലയുടെ മഖൂലാണ്, മുമ്പുള്ള തന്നെ കാല അള്ളാഹു എന്നുള്ള കാലയുടെ മഖൂലാണ് എന്തായത്തുമോ കുല്ലും റീമിനും യദ്ഖുല എന്നുള്ള രണ്ടാമത്തെ കാല അള്ളാഹു എന്നുള്ളിടത്തിൻ്റെ ആ കാലയുടെ മഖൂല് ഇന്നാ ലൻ നദ്ഖുലഹ അബദൻ എന്നുള്ളതാണ്. അവിടെ നോക്കുക, ഇന്ന എന്നുള്ള പഠിച്ചല്ലോ. ഇന്ന തൗക്കീദ്, അതുപോലെ തന്നെ ലമീർ അതിൻ്റെ ഇസ്മ, അതിൻ്റെ ഖബറായിട്ടില്ല നദ്ഖുല അബദൻ എന്നുള്ളതാണ്. പിന്നെ ലന്ന അർഫ് നാസിബ്, നദ്ഖുല എന്നുള്ള ഫീൽ മുലാരി മൻസൂബ്, ഹ എന്നുള്ളത് അവിടെ ഉള്ള അർഫായിട്ട് അവിടെ എന്നർത്ഥം. അബദൻ എന്നുള്ളത് അബദൻ എന്ന് പറയുന്നത് തൗക്കീദിന് വേണ്ടി പറയാറുണ്ട് അബദൻ എന്നുള്ളത്. പിന്നെ വഖാല എന്നുള്ളത് വാവ അത്ഫ്, കാല എന്നുള്ള ഫീൽ മാലി അള്ളാഹു ഫായില്. ഓക്കെ, ഫീൽ മാലി മബിനി അൽ ഫത്ത് അള്ളാഹു ഫായിൽ തആല ഹാല്. കൈ എന്നുള്ള അർഫ് നാസിബ്, തഖറ എന്നുള്ളത് എന്താ, ഫീൽ മുലാരി മൻസൂബ്. ഐനുഹ എന്നുള്ളത് ആ തഖറയുടെ ഫായിലാണ്, ഐനുഹ എന്നുള്ളത് മുലാഫിലേഹി. അമ്മ എന്നുള്ളത് തഫ്സീലിൻ്റെ അമ്മ കേട്ടോ. അമ്മ തഫ്സീൽ, അർഫ് തഫ്സീൽ. ഇതൻ എന്നുള്ളത്
മുബത്തയുടെ ഖബർ ഫഹിയ തൻസിബു ഇദാ വഖഅത്ത് സദർ കലാം എന്നുള്ള ജുംല എന്നായിട്ട്. പിന്നെ ഫഹിയ എന്നുള്ള ഹിയ മുബത്തദ, അതിൻ്റെ ഖബറാണ് തൻസിബു ഇദാ വഖഅത്ത് എന്നുള്ളത്. പിന്നെ തൻസിബു എന്നുള്ളത് ഫീൽ മുലാരി, ഇദാ എന്നുള്ള ഹർഫ് ഷർത്ത്, അതുപോലെ തന്നെ വഖഅത്ത് ഫെയില് മാലി മബിനി, അതുപോലെ തന്നെ സദറൽ കലാം എന്നുള്ളത് ലൊറഫ്, കലാം എന്നുള്ളത് സദറം ലൊറഫ്, കലാം എന്നുള്ളത് മുലാഫിലൈഹി. പിന്നെ വഖഅത്ത് ജവാബൻ എന്ന് പറഞ്ഞ് ജവാബായിട്ട് വന്നാൽ എന്നുള്ളതാണ് അതതിൻ്റെ ഫുള്ളായിട്ട്. പിന്നെ ലിമൻ കാല എന്നാണ് ലാമ്, ലിമൻ എന്നുള്ള ജാർ മജ്റൂർ, മൻ എന്നുള്ളത് മൗസൂല, അതിൻ്റെ സില കാല എന്നുള്ളത് കേട്ടോ. ജിത്തുക്ക, പിന്നെ കാലയുടെ കാല ഫീൽ മാതി, അതുപോലെ തന്നെ കാലയുടെ മക്കൂലാണ് ജിത്തുക്ക എന്നുള്ളത്. കാലയുടെ മക്കൂല് പറഞ്ഞല്ലോ, കാല പറഞ്ഞാൽ മക്കൂല്, ജിത്തുക്ക എന്നുള്ളത്. ജിത്തു എന്നുള്ളത് ഫീല് മാലി മബിനിയ, അതുപോലെ തന്നെ വമീർ ഫായില് ക എന്നുള്ളത് മഫൂല്. ഔ നഹ്വ ഹാദ എന്നുള്ളത് അത്ഫായിട്ട്. ഫതഖൂല എന്നുള്ളത് ജവാബായിട്ട്, ഇതാ വഖഅത്ത് കൊണ്ട് ജവാബായിട്ട്. അങ്ങനെ ഇതൻ ഉക്രിമുക്ക അല്ലേ, ജിത്തുക്ക ഇതൻ ഉക്രിമുക്ക എന്നുള്ളത് ഇക്കുരിമക എന്നുള്ളത് കേട്ടോ. ഇതൻ അർഫ് നാസിബ്, ഉക്രിമ എന്നുള്ളത് ഫിൽ മുലാരി മൻസൂബ്, ക എന്നുള്ളത് മഫൂല്. ഫഹിയ എന്നുള്ള മുബത്തദ, അതിൻ്റെ ഖബർ ഫി ഹാദിഹിൽ മൗലി ഈ തൻസിബു എന്നുള്ളത്. അങ്ങനെ തൻസിബുൽ ഫിൽ മുസ്തഖ്ബില എന്നാണ് കേട്ടോ. ഫി എന്നുള്ള ജാറ്, ഹാദിഹി എന്നുള്ളത് ഇഷാറത്ത്, മൗലി എന്നുള്ളത് അതിൻ്റെ ഹാദക്കൾ ഇറാബായിരിക്കും മൗലിനുണ്ടാവുക. അപ്പോൾ ഫി ഹാദൽ മൗലി തൻസിബു എന്നുള്ളത് ഫി ഹാദൽ മൗലി തൻസിബു, അപ്പോൾ ഹിയുടെ ഖബറായിട്ടാണ് തൻസിബു എന്ന് വന്നത്. ഇനി ഫൈൻ ഖദ്ദംത ഇന്നർഫ് ഷർത്ത്, ഖദ്ദംത എന്നുള്ളത് നീ മുന്തിച്ചാൽ എന്നാണ്. അപ്പോൾ ഫീൽ മാദി, അതുപോലെ തന്നെ ലമീർ ഫൈൽ അലൈഹ ജാർ മജ്റൂർ, അല്ല ഖദ്ദംതയുടെ മഫ്ഊല് ഷൈഅൻ എന്നുള്ളതാണ് കേട്ടോ. നഹു കൗലിക്ക എന്നുള്ളത് മിസാലുഹു നഹു കൗലിക്ക എന്നുള്ളത് മിസാൽ എന്ന കളയപ്പെട്ട മുത്തയുടെ ഖബറാണ് എന്ത് നഹു എന്നുള്ള കൗലിക്ക എന്ന മുലാഫിലേക്ക് അതിൻ്റെ മുലാഫിലേഹി എന്താണ് അന ഇതൻ ഉക്കിരി മു എന്നാവും കേട്ടോ. പിന്നെ മ എന്ന് വായിക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ അന എന്ന്, അപ്പോൾ അന എന്നുള്ളത് മുപ്പത്തായിട്ട്, ഇതൻ എന്നുള്ളത് അപ്പോൾ എന്താക്കാൻ പറ്റില്ല, നമ്മൾ മൻസൂബ് എന്ന് പറയാൻ പറ്റൂല. ഇതൻ എന്നുള്ളത് അപ്പോൾ എന്തായിരിക്കും, മുഫാജഅത്തിൻ്റെ ഇതായിരിക്കും കേട്ടോ. ഉക്കിരിമുക്ക എന്നുള്ളത് ഫിൽ മുലാരി മർഫു. ബത്തല എന്നുള്ളത് ഖദ്ദംത എന്ന് പറഞ്ഞില്ലേ, ആ ഷർത്തിൻ്റെ ജവാബായിട്ടാണ് ബത്തല എന്നുള്ളത്. ബത്തല ഫിൽ മാലിയാണ്. അമലുഹ എന്നുള്ളത് ബത്തലയുടെ ഫായില്. ഫസ്ല് എന്നുള്ള കളയപ്പെട്ട മുത്തയുടെ ഖബർ. പിന്നെ വയുലുമറു അല്ലെങ്കിൽ തുലുമറു രണ്ടും പറ്റും. ഫിൽ ലമിസമ്മ ഫായില്. അൻ എന്നുള്ളത് നായിബ് ഫായില്. ബാദ എന്നുള്ളത് ഉർഫ്, കലിമാത്ത് എന്നുള്ളത് മുലാഫിലൈഹി. പിന്നെ തൻസിബുൽ ഫഅലുൽ മുസ്തഖ്ബില ഐലൻ, ഐലൻ എന്നാണ്. അപ്പോൾ ഐലൻ എന്നുള്ളത് മഫ്ഊൽ മുത്ലഖ് കേട്ടോ. തൻസിബു എന്നുള്ളത് ഫീല് മുലാരി, ലമീർ ഫായില്, അൽ ഫീലുൽ മുസ്തഖ്ബില എന്നുള്ളത് മഫ്ഊൽ, ഫീല എന്നുള്ളത് മഫ്ഊൽ, അതിൻ്റെ സിഫത്തായിട്ട് മുസ്തഖ്ബില. ഐലൻ എന്നുള്ളത് മഫ്ഊൽ മുത്ലഖ്. പിന്നെ വഹിയ എന്നുള്ള മുബ്തദ, അതിൻ്റെ ഖബർ ലാമുൽ ജർ എന്നുള്ളത് അതിലേക്ക് അത്ഫായിട്ട്, വഹത്ത വൽ വാവ് എന്നുള്ളതും അതിലേക്ക് അത്ഫായിട്ട്, അല്ലത്ത് എന്നുള്ള മൗസൂല, അതിൻ്റെ സില ഹിയ ലിൽ ജമ്മി ബൈന ഷൈഅൈനി എന്നുള്ളത്. പിന്നെ ഹിയ എന്നുള്ള മുബ്തദ ലിൽ ജമ്മി ജാർ മജ്റൂർ ഖബറായിട്ട്, ബൈന ഷൈഅൈനി എന്നുള്ളത് ജാർ മജ്റൂർ ളർഫായിട്ടും. പിന്നെ ഔ ബിമഅന ഇല്ല അൻ എന്നാണ്. ഔ വാവിടെ അത്ഫിൻ്റെ വാവ്, ഔ എന്നുള്ളത് ഇവിടെ മാത്തൂഫായിട്ട് എവിടേക്ക് മുമ്പുള്ള അടുത്തേക്ക് ഇവിടെ ഹിയ ലാമുൽ ജർ അങ്ങോട്ട് അങ്ങനെ അത്ഫായിട്ട് വരും കേട്ടോ. ബിമഅന ഔ എന്നുള്ള മുബ്തദ അതിൻ്റെ ഖബറായിട്ട് ബിമഅന ഇല്ല എന്നുള്ളത്, ബിമഅന ഇല്ല അൻ എന്നുള്ളത് മഅനയുടെ മുലാഫായിട്ടില്ല എന്നുള്ളത്, ഔ ഇല എന്നുള്ളത് അത്ഫായിട്ട്, വൽ ജവാബാത്തി സബ്അ എന്നുള്ളതും. അപ്പോൾ വഹിയയുടെ ഈ വാവ് എന്താണ് അത്ഫാണ് എവിടേക്ക് ലാമുൽ ജർ എന്നുള്ള വഹത്ത വവൽ വാവ് ഔ വാവ് അവിടേക്ക് അത്ഫായിട്ട് കേട്ടോ. പിന്നെ സബ്അ എന്നുള്ളത് അതിൻ്റെ ജവാബാത്തിൻ്റെ സിഫത്തായിട്ട്. അമ്മ തഫ്സീല് അതിൻ്റെ തഫ്സീലിൻ്റെ ഹർഫ് എന്ന് പറയും. ലാമുൽ ജർ എന്നുള്ളത് മുബത്തദ അതിൻ്റെ ഖബർ ഫക കൗലിക്ക ജീത്തുക ലി തക്രിമനി ഐ ലി അൻ തക്രിമനി എന്നുള്ളത്. ഇവിടെ ഫക കൗലിക്ക എന്നുള്ളത് ക കൗലിക്ക എന്നാണ്. തശ്ബീൻ്റെ അതാത്ത് കൗല് എന്നുള്ളത് അതിന് മുലാഫിലേക്ക് അതിന് മുലാഫിലായിട്ട് കാലിൻ്റെ മക്കൂലാണ് ജീത്തുക ലി തക്രിമനി എന്നുള്ളത്. ജീത്തുക എന്നുള്ളത് ഫീല് മാല്, അതുപോലെ തന്നെ ക ലമീർ ഫായില്, ക എന്നുള്ള മഫൂല്. ലി തുക്കരിമനി എന്നുള്ളത് ലാമ് എന്തിൻ്റെ ജറിൻ്റെ ലാമ്, അവിടെ അന്ന് മറഞ്ഞിട്ടുണ്ട്. തുക്കരിമനി എന്നുള്ളത് ഫീലു മുലാരി മൻസൂബ്, അന്ന് മറയൽ കൊണ്ട് കേട്ടോ. അയ്യ് തഫ്സീലി ലി അൻ തക്രിമ എന്നുള്ളത് മുഫസ്സലായിട്ട്, അതായത് തഫ്സീലി എന്നാണ് വിശദീകരിക്കാൻ വരുന്നത് എന്ന അർത്ഥത്തിനിക്കാണ്. കാല ഫിൽ അല്ലാഹു ഫഅല തആല ഹാല്, ആ കാലയുടെ മക്കൂലാണ് ലം യകുനില്ലാഹു ലി യഗ്ഫിറ ലഹും എന്നുള്ളത്. ഇവിടെ ലമ്മ് അറിയില്ലല്ലേ ഫീല്
നെഫിൻ്റെ ലമ്മ്, അതുപോലെ തന്നെ യക്കുൻ എന്നുള്ളതും കാനയുടെ മുലാരി, അതുപോലെ തന്നെ അള്ളാഹു കാനയുടെ ഇസ്മായിട്ട് അതിൻ്റെ ഖബർ ലി അഫർ ലഹും എന്നുള്ളത്. പിന്നെ ലി അൻ യഫർ ലഹും, ഇവിടെ ലി അഫറ എന്നുള്ള ലാമ് എന്ത് ജറിൻ്റെ ലാമ് അന്ന് മറഞ്ഞിട്ട് യഗഫറക്ക് ഫീൽ മുലാരി മൻസൂബായി, ലഹും എന്നുള്ളത് ജാറു മജറൂർ അൽ ഗഫറയോട്. അമ്മ എന്നുള്ള തഫ്സീലായിട്ട് ഹത്ത എന്നുള്ള മുബത്തദ, ഫഹുവ കമാ തക്കുൽ ജയ്ത്തുക ഹത്ത തക്കിരമനി എന്നുള്ളത് ആ മുത്തയുടെ ഖബറായിട്ട്. പിന്നെ ഹത്തയുടെ ഖബറായിട്ട് ഫഹുവ കമാ എന്നുള്ള ജുംല, ഫഹുവ എന്നുള്ള മുബത്ത അതിൻ്റെ ഖബർ കമാ തക്കുൽ ജയ്ത്തുക ഹത്ത തക്കിരമനി എന്നുള്ളത്. ഇവിടെ കമാ എന്നുള്ളത് ക തഷ്ബീൻ്റെ അദാത്ത്, എമ്മ എന്നുള്ളത് കാഫത്ത് സായിദ എന്ന് പറയും. തഖൂലു എന്നുള്ളത് ഫീല്, മുളമീർ ഫായില്, അതിൻ്റെ മക്കൂലായിട്ട് ജിത്തുക്ക ഹത്താ തുക്കിരി മനി എന്നുള്ളത്. ജിത്തുക്ക ജിത്തു എന്നുള്ള ഫീല്, മാലി ക എന്നുള്ളത് മഫൂല്. പിന്നെ ഹത്ത എന്നുള്ളത് ഹർഫ്, ഓക്കെ, നസ്ബിൻ്റെ ഹർഫായിട്ട്, ഹർഫ് നാസിബ്. പിന്നെ അന്ന് മറഞ്ഞിട്ട് നസ്ബ് ചെയ്യാൻ കേട്ടോ, ഇവിടെ അന്ന് മറഞ്ഞ്. പിന്നെയാണ് തുക്കിരിമ എന്നുള്ളത് ഫീല് മുലാരി മൻസൂബ്, നീ എന്നുള്ള നൂനി വിക്ക യാമത്തക്കല്ലി മഫൂല്. വത്തഖദീർ എന്നുള്ള മുബത്തദ അതിൻ്റെ ഖബർ, ജിത്തുക്ക ഹത്ത അൻ തുക്കിരിമനി എന്നുള്ളത് അതിൻ്റെ ഖബറായിട്ട്. ജിത്തുക്ക എന്നുള്ള ഫീല്, മാലി ഇക്ക എന്നുള്ള മഫൂല്, ഹത്ത എന്നുള്ള ഹർഫ് നാസിബ്, അന്ന് മറഞ്ഞിട്ട് അന്ന് അവിടെ നാസിബായിട്ട്, ഹത്ത അൻ തുക്കിരിമനി എന്നുള്ള ഫീല് മുലാരി മൻസൂബ്. അമ്മ എന്നുള്ളത് തഫ്സീല്, ഹർഫ് തഫ്സീൽ എന്ന് പറയും. വൽ വാവ് എന്നുള്ള മുബത്തദ, അല്ലത്തി എന്നുള്ളത് മൗസൂല അതിൻ്റെ സിലായിട്ട്, ഹിയ ലിൽ ജമ്മി ബൈന ഷൈഅൈനി എന്നുള്ളത്. പിന്നെ ഹിയ എന്നുള്ള മുബത്തദ അതിൻ്റെ ഖബറായിട്ട് ലിൽ ജമ്മി ബൈന ഷൈഅൈനി എന്നുള്ളത് ഇങ്ങനെ വരും. പിന്നെ ഫനഹ്വു ഖൗലിഹിം എന്നുള്ളത് മുബത്തദ അതിൻ്റെ ഖബറായ ഖൗലിഹിം എന്നുള്ളത്. ലാ തഅക്കുലി സമക്ക എന്നുള്ളത്, അതുപോലെ തന്നെ എന്ത് ലാ എന്നുള്ളത് തിന്നരുത് നെഹിയാണല്ലോ, തഅക്കുൽ എന്നുള്ളത് ഫിൽ മുലാരി, അതുപോലെ തന്നെ ആ സമക്ക എന്നുള്ള മഫൂല്. വാവ് ഇവിടെ എന്ത് ചെയ്യുന്നു, വാവ് അന്നെ മറഞ്ഞിട്ട് നസ്ബ് ചെയ്യുന്നതിൽ പെട്ടതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, വ തശ്റബ എന്നുള്ളത് ഫിൽ മുലാരി മൻസൂബ് അന്നെ മറഞ്ഞിട്ട്, ഓക്കെ. അൽ ലബന എന്നുള്ളത് മഫൂല്, വ തഖ്ദീർ എന്നുള്ള മുബത്തദ അതിൻ്റെ ഖബർ വൈൻ തശ്റബൽ ലബന എന്നുള്ളതെന്നായിട്ട് ഖബറായിട്ട്. വ തഖ്ദീർ മുബത്തദ അതിൻ്റെ ഖബർ വൈൻ തശ്റബൽ ലബന ഐ ലാ തജ്മ ബൈനഹുമ എന്നുള്ള അയ്യ തഫ്സീലി. ലാ എന്നുള്ളത് നെഹിയ, തജ്മ എന്നുള്ള ഫീൽ മുലാരി, ബൈനഹുമ എന്നുള്ള ഹർഫായിട്ട്. അപ്പോൾ അമ്മ എന്നുള്ളത് ഹർഫ് തഫ്സീൽ, അങ്ങനെ തന്നെയാണ് പഠിക്കുക, ഹർഫ് തഫ്സീലായിട്ട്. വിശദീകരിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട് അമ്മക്ക്. ഔ എന്നുള്ളത് മുബത്തദ, ബിമാന എന്നുള്ളത് ജാർ മജൂർ സിഫത്തായിട്ട്, ഇല്ലാ അൻ എന്നുള്ളത് മുലാഫിലേഹി, വനഹ്വ എന്നുള്ള മുബത്തദ എന്നുള്ളത് കൗലിക്ക എന്നുള്ളത് അതിൻ്റെ ഖബറായിട്ട് മുലാഫിലേഹി ആയിട്ട്. പിന്നെ ക എന്നുള്ളത് അതിൻ്റെ മുലാഫിലേഹി. ലാ അൽസിമന്നക എന്നുള്ളതാണല്ലോ, അവിടെ ലാമ് തെക്കിതിന് വന്നതാണ്, തെക്കലയുടെ നൂനുണ്ട്. ക എന്നുള്ളത് മഫൂല് ദമീർ ഫായില്. ഔ തഅ്തിയനി ഹഖി എന്നാണ് ഇവിടെ. ഔ എന്നുള്ളത് ബിമാന എന്താണ്, ഇല്ല അന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഔ എന്നുള്ളത് പറയലോടൊപ്പം തന്നെ എന്ത് പറയണം, ബിമാന ഇല്ല അൻ എന്നുള്ളത് കൂട്ടി പറയണം. പിന്നെ തുഅ്തിയ എന്നുള്ള മൻസൂബായത് ഫിൽ മുലാരി മൻസൂബായത് അന്ന് മറഞ്ഞിട്ടാണ്, ബി അനിൽ മുൽമറ എന്ന് പറയാ. നീ എന്നുള്ള നൂനി ഖയാമത്ത് കലി മഫൂല്. തുഅ്തിയനി ഹഖി നീ തരുക എന്നാണ്, എന്ത് തരുക, ഹഖി എന്നുള്ളത് മഫൂലായിട്ട്. ഈ ഹക്കി എന്നുള്ള യാ എന്താണ്, മുലാഫിലേഹി. കാല ഫീൽ അല്ലാഹു ഫഅല തആല ഹാല്. ലൈസ എന്നുള്ളത് കാനാസ്ബ ഹംസയിൽ പെട്ടാണ് ലൈസ. ലക്ക മിനൽ അംരി ഷെയ്ഉൻ എന്നുള്ളത് നക്കില്ല മിനൽ അംരി ഷെയ്ഉൻ എന്നുള്ളതാണ് ലൈസയുടെ എന്തായിട്ട്, ലൈസയുടെ എന്താണ് മർഫു ആകുക, അതിൻ്റെ ഇസ്മാണല്ലോ. കാന അസ്ബ ഹംസ അതാണല്ലോ ലൈസ. അപ്പോൾ അതിൻ്റെ ഇസ്മ എന്താണ് ഷെയ്ഉൻ എന്നുള്ളത്, ലക്ക എന്നുള്ളത് എന്തായിട്ട് ജാർ മജ്റൂർ ഖബറായിട്ട്. ഔ യതൂബ അലൈഹിം എന്നുള്ളത്, ഔ എന്നുള്ളത് ബിമാന എന്താണ്, ഇല്ല അൻ അല്ലേ, യതൂബ അലൈഹിം ഇല്ല അൻ. അപ്പോൾ യതൂബ എന്നുള്ള ഫിൽ മുലാരി മൻസൂബി ബി അനിൽ മുൽമറ എന്ന് പറയും, അന്ന് മറഞ്ഞത് കൊണ്ട്. അലൈഹിം ജാർ മജ്റൂറായിട്ട് താലേക്ക് യതൂബയുടെ. അയ്യ തഫ്സീലി ഇല്ല എന്നുള്ളത് മുഫസലായിട്ടായി, യതൂബ അലൈഹി എന്നുള്ളത് മുഫസലായിട്ട്. വയജൂസു എന്നല്ല ഫിൽ മുലാരി, അതുപോലെ തന്നെ വയജൂസ് അന്ന് വയജൂസ് അൻ യകൂന ബിമാന എന്നാണ്. അപ്പോൾ യജൂസ് എന്നുള്ളത് ഫിൽ മുലാരി, അൻ യകൂന അന്നർഫു നാസിബ്, യകൂന എന്നുള്ളത് ഫെയില് മുലാരി മൻസൂബ് അന്ന് കൊണ്ട് നസ്ബ, നേരെ അന്ന് കൊണ്ട് തന്നെ. പിന്നെ അവിടെ ലമീർ ഇസ്മ ബിമാന, യകൂന ഔ എന്നുള്ളത് കാനയുടെ ഇസ്മ, ബിമാന ഇല എന്നുള്ളത് കാനയുടെ ഖബറായിട്ട് കേട്ടോ. കൗലിഹി എന്നുള്ളത് താലുഹു കൗലി, കാഫത്ത് സായക്ക തസ്ബീൻ്റെ അദാത്ത്, കൗലി എന്നുള്ള മുലാഫിഹി അതിൻ്റെ മുലാഫിലൈ. ആ കൗലിൻ്റെ മക്കൂലാണെന്ത്, സത്ലൂബ് ഇൽമൻ ഔ അമൂത്തു അമൂത്ത ബിബൽദത്തിൻ വലാബുദ്ദ മിൻ ശർഖിൽ ബിലാദി വഗർബിഹ എന്നുള്ളത് കാലയുടെ മക്കൂലായിട്ട്. പിന്നെ അതിൻ്റെ ഇറ പറയുമ്പോഴോ സഅത്ലൂബ്, സ എന്തിൻ്റെ ആണ്,
തസ്വീഫിൻ്റെ സാ എന്ന് പറയും നമ്മൾ. എന്താ ഫീൽ മുലാരി എന്ന് പറഞ്ഞെടുത്ത് സാ എന്ന് പറഞ്ഞാൽ അത് മുസ്തഖ്ബിലിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. തനിപ്പിക്കാൻ വേണ്ടി പറയാനാണ് സാ വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തസ്വീഫിൻ്റെ സീനാണ് കേട്ടോ. ശേഷം എന്നർത്ഥത്തിനിക്ക്. അത്തുലൂബ് എന്നുള്ള ഫീൽ മുലാരി, ഇൽമൻ എന്നുള്ളത് അത്തുലൂബ് എന്നത് ലമീർ ഫായിലുണ്ട്, ഇൽമൻ എന്നുള്ളത് മഫൂല്. ഔ എന്നുള്ളത് എന്താണ് ഇവിടെ ഇല എൻ്റെ അർത്ഥത്തിനിക്കാണ്. അപ്പോൾ അമൂത്ത എന്നുള്ള ഫീൽ മുലാരി മൻസൂബ് അന് മുളുമറായതുകൊണ്ട്. ഓക്കെ. പിന്നെ ബി ബൽദത്തിൻ എന്നുള്ളത് ജാർ മജ്റൂർ. ഫലാ ബുദ്ധ എന്നാണ് പറഞ്ഞത്. ലാ എന്നുള്ള ഹർഫ് നഫിയാണ്. ബുദ്ധ എന്നുള്ളത് അവിടെ എന്ത് ജിൻസ് നഫി ചെയ്താണ്. മിൻ ഷറഖിൽ ബിലാദി ജാർ മജ്റൂർ അവിടെ അതിനെ ഖബറായിട്ട് വന്നത്. വഗർബിഹ എന്നുള്ള അത്തഫും. വൽ ജവാബാത്ത് സബ എന്നുള്ളത് എന്നുള്ള മുബത്തദ, അതിൻ്റെ ഖബർ ജവാബാത്തു മാ യഖൂമു മഖാമ ഷർത്തി എന്നുള്ളതാണ്. പിന്നെ സബ എന്നുള്ള സിഫത്തായിട്ട് ജവാബാത്തു എന്നുള്ളത് ഖബർ ജവാബത്തു ഒന്നിൻ്റെ മാ യഖൂമു മഖാമ ഷർത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ അതിന് മുലാഫിലായിട്ട് മൗസൂല, അതുപോലെ തന്നെ യഖൂമു സില, മഖാമ എന്നുള്ള ദർഫ്, ഷർത്ത് എന്നുള്ള മുലാഫിലേഹി, വലഹ എന്നുള്ള ജാർ മജ്റൂർ ഖബർ മുഖദ്ദം, ബാബുൻ ആഖറു എന്നുള്ളത് മുബത്തദ മുഅഖർ, ആഖറു എന്നുള്ള സിഫത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ഇറാബും തർക്കീബൊക്കെ ഒന്ന് നോക്കുക. പിന്നെ അതുപോലെ തന്നെ അതിലെ വർക്കുകൾ അൻഷിത്തയിൽ ഒന്നാമത്തത് വളരെ സിമ്പിൾ വർക്കുകളാണ് കേട്ടോ. അത് നല്ല നോക്കണം. നുഹവ്വിലുൽ അഫ്ആലൽ ആത്തിയ മൻസൂബൻ ബിലൻ. ഇവിടെ ഉദാഹരണങ്ങളിലൊക്കെ ലെന്നിനെ കടത്തി മാറ്റാനാണ് പറഞ്ഞത്. ലാ യജ്ലിസു മുനീസ് ഇരിക്കുന്നില്ല. അപ്പോൾ അവിടെ ലെന്ന് കടത്തിയിട്ട് പറയാം. ലെന്ന് കടത്തുമ്പോൾ എന്തൊക്കെ മാറ്റം വരാമെന്ന് നിങ്ങൾക്കറിയാലോ. അതുപോലെ തന്നെ ലാ കദിബു അബദൻ, ഞാൻ കളവ് പറയുക ഇല്ല. അപ്പോൾ ലെന്ന് കടത്തിയാൽ എന്തായിരിക്കും? ഫിൽ മുലാരി മൻസൂബായി മാറണം കേട്ടോ എല്ലാം. അതുപോലെ തന്നെ ഫാത്തിമത്തു ലാ തഷ്റബു ഖായിമത്തൻ എന്നാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ ലെന്ന് കടത്തിയിട്ട് ലൻ തഷ്റ ബ അല്ലേ. വത്തലബത്തു ലാ യനാമൂന. ഇവിടെ നല്ല ശ്രദ്ധിക്കണം. ഫെയില് എന്താണ്? അംസാലു അഫ്ആലുൽ ഖംസ. അഫ്ആലുൽ ഖംസയിൽ നെസ്ബ് ചെയ്യൽ നൂനിനെ കളയൽ കൊണ്ടാണ്. നല്ല ശ്രദ്ധിക്കുക, നൂനിനെ കളയൽ കൊണ്ടാണ്. അപ്പോൾ അത്തലബത്തു ലൻ യനാമൂ എന്ന് മാത്രം ആശുര അലിഫും കൂടി ഉണ്ടാവും അല്ലേ. അപ്പോൾ വഖത്ത ദർസി, ഓക്കെ, ദർസിൻ്റെ സമയത്ത്. അതുപോലെ തന്നെ അഫ്ആൽ ഹംസയിൽ പെട്ടതാണ് തഫ്അലീന, തഫ്അലാനി. അത് അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അന്തി ല തെർമീന, നീ എറിയുന്നില്ല എന്നാണ്. അതുപോലെ തന്നെ അൻതുമ, നിങ്ങൾ രണ്ടാളും ലാ തലബ, നിങ്ങൾ കളിക്കുന്നില്ല. ലയനമ്മ ചെയ്ത് ഇറങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ അൻതും ലാ തെക്സലൂന, നിങ്ങൾ മടി കാണിക്കുന്നില്ല എന്നൊക്കെയാണ്. ഇവിടെയൊക്കെ എന്ത് ചെയ്യണം? ലാ എന്നുള്ള മാറ്റി ലെന്നാക്കുക. ലെന്നാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫീൽ മുലാരി മർഫൂള്ള എന്തായി മാറും? മൻസൂബായി മാറും. മൻസൂബായി വരുമ്പോൾ അഫ്ആൽ ഹംസ അല്ലാത്തതിൽ എന്താ നേരെ മൻസൂബ് ഇട്ടാൽ മതി. അഫ്ആൽ ഹംസയാണെങ്കിലോ നൂനെ കളയൽ കൊണ്ടാണ് നെസ്ബ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ വർക്ക് നുക്കമ്മിലു ബിമാ യുനാസി മിൻ ഹാദിൽ ഹുറൂഫി അല്ലൻ കൈദൻ. ഇവിടെ ഏതാണ് യോജിക്കുന്നതെന്ന് ചേർത്ത് കൊടുക്കുക. ഉഹിബു, ഞാൻ ഇഷ്ടപ്പെടുന്നു. അക്കൂന ആലിമൻ, ഒരു പണ്ഡിതനാവാൻ, ഒരു ആലിമാവാൻ, അറിവുള്ള ആളാവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഏതാണ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ അജിത്തഹിദ് ഫി തൊലബിൽ ഇൽമ് പഠിക്കുന്ന വിഷയത്തിൽ ഞാൻ നല്ല പരിശ്രമിക്കുന്നു. അഫൂസ, ഞാൻ വിജയിക്കാൻ വേണ്ടിയില്ലേ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ അർത്തക്കിബൽ കബീറ, ഞാൻ ചെയ്തു എന്നാണ് ഇവിടെ. അപ്പോൾ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ചെയ്തിട്ടില്ല എന്നൊക്കെ. അപ്പോൾ ലൻ അർത്തക്കിബ കബീറത്തൻ. അതുപോലെ തന്നെ അത്യു അസാത്തിദത്തി, എൻ്റെ ഉസ്താദുമാരെ ഞാൻ അനുസരിക്കുന്നു. യുഹിബൂനി, അവർ എന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടി എന്നുള്ള. അപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതാഖറു ഫി ജമാഅത്തി സ്വലാത്തി, ഇവിടെ ഞാൻ പിന്തിയിട്ടില്ല എന്നാണ്. അപ്പോൾ ലൻ അതാഖറ ഫി ജമാഅത്തി സ്വലാത്തി എന്നായിരിക്കും. അതുപോലെ തന്നെ അടുത്തത് യംദഹുക്കൻ നാസു എന്നുണ്ട്. ഇവിടെ ഏതായാലും ജവാബൽ ലിമൻ ഖാല. അപ്പോൾ എന്തായാലും ഇവിടെ ഇതൻ എന്നായിരിക്കും വരിക, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതൻ യംദഹക നാസു, അപ്പോൾ നിന്നെ ജനങ്ങൾ സ്തുതിക്കും. എന്ത് പറഞ്ഞാൽ അനാലു ദർജത്തുൽ ഉലിയ, ഏറ്റവും വലിയ മാർക്ക് ഞാൻ നേടും എന്ന് പറഞ്ഞ ആളോട് മറുപടിയായിട്ട് എന്താ പറയുക? അനാലു, ഞാൻ നേടും. അദ്ദറജത്ത, സ്ഥാനം, അൽ ഉലിയ, ഏറ്റവും ഉന്നതമായ എന്ന് പറഞ്ഞ ആളോട് എന്താ? ഇതൻ യംദഹക നാസു, അങ്ങനെ ചെയ്താൽ എന്ത് ജനങ്ങൾ നിന്നെ സ്തുതിക്കും. അടുത്ത ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നു. ഉസല്ലിമ അലൈക്ക, നിൻ്റെ മേൽ സലാം പറയാൻ. അതുപോലെ തന്നെ അടുത്തത് യുജീസിന് റബ്ബി എന്ന, യജീനി റബ്ബി, എൻ്റെ റബ്ബി എനിക്ക് പ്രതിഫലം നൽകും എന്നാണ്. അത് അമലു മുഖ്ലിസൻ, നല്ല ആത്മാർത്ഥതയോടെ ഞാൻ ജോലി ചെയ്യും എന്ന് പറഞ്ഞ ആളോട് പറയേണ്ടതാണ്. അപ്പോൾ ഇതൻ യജീനി റബ്ബി എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതുക. പിന്നെ അതുപോലെ തന്നെ അടുത്ത വർക്ക് നെസ്തമിൽ ഫി ജുംലത്തും ഫി അല്ലൻ കൈ ഇതൻ, ഇതൊക്കെ കൊണ്ട് ഓരോരോ ഉദാഹരണങ്ങൾ എഴുതുക. അപ്പോൾ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തും നിങ്ങൾ ചെയ്യുക. അടുത്തതും അതുപോലെ തന്നെ 4, 5 നിങ്ങൾ ചെയ്യാനുള്ളത് തന്നെയാണ്. അപ്പോൾ നാലാമത്തത്
നുബയ്യിൻ ഇറാബൽ അഫ്ആൽ മുലാരിയത്തൽ ആത്തിയ ഫിൽ ജുമലി തുമ്മ ബയ്യൻ സബബഹ എന്നാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിലെ ഇവിടുത്തെ ഹർഫുകൾ എഴുതുക, അതിൻ്റെ കൂടെയുള്ള ഫീലുകൾ എഴുതുക, ആ ഫീലിൻ്റെ ഇറാബ് കൊണ്ട് എഴുതിയാൽ മതി. ഇപ്പോൾ ത്വാലത്തു കിതാബൻ നഹ്വി, ഞാൻ നഹ്വിൻ്റെ കിതാബ് മുത്താല ചെയ്തു, കൂടുതലായിട്ട് ഇങ്ങനെ ആവർത്തിച്ച് പഠിച്ചു. ഹത്ത അനാമ, ഞാൻ ഉറങ്ങുന്നത് വരെ എന്നാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ, ഇത് എഴുതുമ്പോൾ ഇത് മാത്രം പറഞ്ഞിട്ട് ഇതുപോലെ നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ എഴുതുക. ഹത്ത എന്നുള്ളത് ഹർഫ് നാസിബാണ്, അനാമ എന്നുള്ളത് ഫീൽ മുലാരി മൻസൂബാണ്. എന്തുകൊണ്ട്? ഹത്ത ലി ഹത്ത ലി ഇദ്ഖാലി ഹത്ത ഖബ്ലഹ, അതിന് മുമ്പ് ഹത്ത വന്നതുകൊണ്ട് എന്നർത്ഥം. ഓക്കെ. അതുപോലെ രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ നിങ്ങൾ എഴുതുക. രണ്ടാമത്തിൻ്റെ അർത്ഥം ഹല്ലാ തന്നുറൻ നഹ്വ ഫൻദുറ മാക്ക എന്നാണ് പറഞ്ഞത്. നീ നഹ്വ് ഒന്നും നോക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ? ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ ഫൻദുറ മാക്ക, നിൻ്റെ കൂടെ ഞാൻ നോക്കും എന്നാണ് പറഞ്ഞത്. ഇവിടെ ആ ഹർഫ് ഏതാണ്? അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ്, അൻദുറ എന്നാണോ അൻദുറു എന്നാണോ, ആ സാഹചര്യം നോക്കിയിട്ട് എഴുതുക. ഓക്കെ. അത് നമ്മൾ ജവാബാത്ത് സബിൽ പെട്ടതാണ് കേട്ടോ. അപ്പോൾ എന്തായിരിക്കും, അത് നമ്മൾ വിശദീകരിച്ചിട്ടില്ല, എന്നാലും അവിടെ നിന്ന് എഴുതുക. അല്ല എന്നുള്ളതാണ് ഇവിടെ ജവാബാത്തിൽ സബിൽ പെട്ട ഒന്നാണ്. ഓക്കെ. പിന്നെ അടുത്ത മൂന്നാമത്തെ കാമ സെയ്ദുൻ ലി യുക്കിരിമ ഉസ്താദഹു എന്നാണ്. ഉസ്താദിനെ ബഹുമാനിക്കാൻ വേണ്ടി സെയ്ദ് നിന്നു. ഇവിടുത്തെ വിഷയം എന്താണ്? ലി യുക്കിരിമ എന്നുള്ളത് വിശദീകരിക്കട്ടോ. മുലാരിയ ഫിലാതാണല്ലോ. അപ്പോൾ ലി യുക്കിരിമ എന്നുള്ളത് ലാമാണ്, ലാമിൽ ജെറാണ്, അന്നെ മറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യുക്കിരിമ എന്നുള്ളത് ഫിൽ മുലാരി മൻസൂബാണ്, ബി ഇൽമാരി അന്നിനെ മറയൽ കൊണ്ട് എന്നർത്ഥം. അതുപോലെ തന്നെ ഉക്കറിറു കിറാഅത്ത ഹാദി സൂറ, ഈ സൂറത്ത് ഞാൻ പാരായണം ചെയ്യൽ ആവർത്തിക്കുന്നു. ഔ ഹഫുലഹ ഇലാൻ അഹ്ഫുലഹ എന്നാണ്. അഹ്ഫുലഹ, ഞാൻ അതിനെ മനഃപ്പാടമാക്കുന്നത് വരെ എന്നർത്ഥത്തിനേക്കാണ്. അപ്പോൾ ഇവിടെ എഴുതേണ്ടതോ ഔ എന്നുള്ളത് ബി മഅന ഇലാ അൻ എന്നാണ്. അഹ്ഫുല എന്നുള്ളത് ഫീൽ മുലാരി മൻസൂബാണ്, ബി ഇൽമാരി അൻ ഖബ്ലഹ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കുൽ ഖൗലൻ ലയ്യിനൻ, നീ നല്ല മൃദുൽ ലളിതമായി സംസാരിക്കുക എന്നർത്ഥം. വളരെ സിമ്പിളായി നീ പറയുക. അങ്ങനെ പറഞ്ഞാൽ ഫതഹ്മദ എന്നാണ്, നീ സ്തുതിക്കപ്പെടും. ഇവിടെ എന്താണ്? ഫാൻ്റെ ശേഷം ഇതുപോലെ രണ്ടാമത്തതിൽ അൻളുറ എന്നുള്ളത് പോലെ തന്നെ ഇവിടെ എന്താണ്? ഇവിടെ അന്നെ മറിഞ്ഞുകൊണ്ട് നെസ്ബാൻ കേട്ടോ. ഹല്ല എന്നുള്ളത് ജവാബാത്തുൽ സബിൽ പെട്ടതാണ്, അത് നമ്മൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഹല്ല എന്നുള്ളത് ജവാബാത്തുൽ സബിൽ പെട്ട ഒന്നായതുകൊണ്ട് അതിൻ്റെ ജവാബിലാണ് എന്ത് വന്നത്? അൻളുറ എന്ന് വന്നത്. അവിടെ അന്നെ മറിഞ്ഞിട്ട് നെസ്ബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുൽ ഖൗലൻ ലയ്യിനൻ എന്ന് പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ കുൽ എന്നുള്ളതും ജവാബാത്തുൽ സബിൽ പെട്ടതാണ്. ഇവിടെ ഫതഹ്മദ അന്നെ മറിഞ്ഞിട്ടാണ് നെസ്ബ് ചെയ്യുന്നത്. ഫതഹ്മദ ഫീൽ മുലാരി മൻസൂബ് ബി ഇൽമാരി അൻ ഖബ്ലഹ, അതിൻ്റെ മുമ്പ് അന്നെ മറയൽ കൊണ്ട്. അതുപോലെ തന്നെ റബ്ബി വഫിഖ്നി, റബ്ബേ തൗഫീഖ് നൽകണേ, ലി തഅല്ലുമി വ തഅലീമി എന്നൊക്കെ പറഞ്ഞത്. ഇവിടെ ഏതായാലും ഫീൽ മുലാരി ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ അതിൻ്റെ ഇറാബ് ചെയ്താൽ, ഇല്ല എന്നുണ്ടെങ്കിൽ എഴുതണ്ട. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അഞ്ചാമത്തെ വർക്കും നിങ്ങൾ ഉണ്ടാക്കുക. നുക്കവ്യൻ ജുംലത്തും ദസ്തമിലായ ഫീൽ മുലാരിൽ മൻസൂബ ബി അൻ മുൽമറ ബാദ വാവിൽ ജംഇ. ഇതുപോലെ ഇവിടെ വാവിൽ ജംഇ വന്നല്ലോ, ലാ തഅക്കുൽ ഇസ്സാമക്ക, അതുപോലെ തന്നെ വതശ്റബൽ ലബൻ. അതുപോലെ രണ്ട് ആശയങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന വാവ്, ആ വാവ് വെച്ചിട്ടൊരു ഉദാഹരണം. ഫീൽ മുലാരി മൻസൂബാക്ക, അന്നെ മറക്കുക. ഓക്കെ. അതുപോലെ തന്നെ നുക്കവ്യൻ ജുംലത്തും ദസ്തമിലായ ഫീൽ മുലാരി മൻസൂബ ബി അനിൽ മുൽമറ ബാദ ഔ ബിമാന ഇല്ലാൻ ചെയ്താലല്ലാതെ എന്നർത്ഥത്തിന് വരുന്ന ഔ ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊരു ഉദാഹരണം. അതിന് പുസ്തകത്തിൽ നോക്കിയാൽ അതുപോലെ ഉദാഹരണങ്ങൾ ഉണ്ടാക്കിയാൽ മതി. അതുപോലെ തന്നെ നുക്കവിനും ജുംലത്തും ദസ്താമിലു അലാൽ ഫെയിൽ മുലാരി മൻസൂബ ബി അൻ മുൽമറ ബാദൽ ഇസ്തിഫാം ഇതുപോലെ ഹല്ല ചെയ്യുന്നില്ലേ എന്നുള്ളതാണ്. അപ്പോൾ അതെന്താ ജവാബത്തുൽ സബിൽ പെട്ടതാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുള്ളതും പറ്റുന്നുള്ളവരൊക്കെ അത് ചെയ്താൽ. അടുത്ത നുക്കവിനും ജുംലത്തും ദസ്താമിൽ അലാൽ ഫെയിൽ മുലാരിൽ മൻസൂബ ബി അൻ മുൽമറ ബാദ തമന്നിക്ക് ശേഷം തറജി തമന്നൊക്കെ പഠിച്ചല്ലോ, അല്ല അതുപോലെ തന്നെ ലൈത്ത അതൊക്കെ വന്നിട്ട് അതിൻ്റെ ഖബറിലായിരിക്കും ഫ എന്ന് വരും. അങ്ങനെ വരുമ്പോഴാണ് ഫീൽ മുലാരി മൻസൂബാവുക. അതൊക്കെ ജവാബത്തുൽ സബിൽ പെട്ടതാണ്. അത് രണ്ടും പറ്റുന്നവ എഴുതുക, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതുക. അപ്പോൾ ഇത്രയും വർക്കുകൾ ചെയ്യുക. അസ്സലാമു അലൈക്കും.